കുവൈറ്റ് ദുരന്തത്തിൽ കോട്ടയം സ്വദേശികളായ രണ്ടുപേരുടെ സംസ്കാരം ഇന്ന്. മരിച്ച പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ സംസ്കാര ശുശ്രൂഷകൾ ഇന്ന് 4 മണിക്ക് പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ നടക്കും. മരിച്ച ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപിന്റെ സംസ്കാരം 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ജോസിൽ ചേരുന്നുണ്ട്. ജോസിൽ, ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിത സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് പോയവർ ഇങ്ങനെ ഒരു അപകടമുണ്ടാകുന്നു. തുടർന്നുള്ള കുടുംബങ്ങളുടെ എല്ലാം കണ്ണീരടക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. എന്തൊക്കെയാണ് ഈ കോട്ടയത്തെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മറ്റ് വിവരങ്ങൾ എങ്ങനെ? വർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുമായി പ്രവാസ ജീവിതത്തിലേക്ക് പോയ 3 പേരാണ് കോട്ടയം ജില്ലയിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട് അവരുടെ സ്വന്തം നാട്ടിലേക്ക് അവസാന യാത്രയ്ക്കായി എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇത്തിത്താനത്താണ്. ഇവിടെ ശ്രീഹരി പ്രദീപ് കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ നിന്ന് ജോലിക്കായി കുവൈറ്റിലേക്ക് പോയത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി മികച്ച ഒരു ചെറുപ്പക്കാരൻ. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കുവൈറ്റിലേക്ക് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ ജീവനറ്റ ശരീരം ഈ നാട്ടിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ വേദനയിലാണ് ഈ നാട്. ഈ പ്രദീപ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രദീപും കുവൈറ്റിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹമാണ് മകൻ്റെ മരണവാർത്ത നാട്ടിലേക്ക് വിളിച്ചറിയിക്കുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ച മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് 7:30 ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ശ്രീഹരി പ്രദീപിൻ്റെ ചടങ്ങുകൾ ഉച്ചയ്ക്ക് 1:30 അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം 2 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ വർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണപ്പെട്ട ഷിബു വർഗീസ്, പായിപ്പാട് സ്വദേശിയായ ഷിബു വർഗീസിൻ്റെ സംസ്കാര ചടങ്ങുകൾ 2:30 ആരംഭിക്കുന്നത്. അത് പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിലാണ് ഷിബു വർഗീസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. പാമ്പാടി സ്വദേശിയായ സ്റ്റെഫിൻ എബ്രാഹിം സാബുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുന്നത്. ഏതായാലും ഇന്ന് 2 പേരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ കാണുന്നത്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ നാട്ടിൽ നിന്ന് പ്രവാസ ജീവിതത്തിലേക്ക് പോയ 3 ചെറുപ്പക്കാർ, 3 പേരുടെ വിയോഗ വാർത്തയിൽ നൊന്തുകൊണ്ടാണ് ഇവിടെ ഓരോ ആബാലവൃത്തം ജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ജോസിൽ, ഈ കുടുംബത്തിന്റെ ദുഃഖം ഒരുപക്ഷെ ഒരിക്കലും താങ്ങാനാകാത്ത ദുഃഖമായിരിക്കും. എന്തൊക്കെയാണ് ഈ നാട്ടുകാർ ഈ മരിച്ച ഇവരെ പറ്റി പറയുന്നത്? ഈ ഒരു പ്രദേശം മുഴുവൻ ഇവിടേക്ക് നിറകണ്ണുകളോടുകൂടി ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ ഇപ്പം ഇവിടെ നിൽക്കുന്ന ശ്രീഹരി പ്രദീപാണ് ചെറുപ്പക്കാരൻ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വളരെ പ്രതീക്ഷയോടുകൂടി ജീവിതത്തിൻ്റെ വലിയ സ്വപ്നങ്ങളുമായി പ്രവാസ ജീവിതത്തിലേക്ക് കടന്നുപോയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നാട്ടുകാർക്കിടയിൽ അവരുടെ മകനെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ ജീവിച്ച് മുമ്പോട്ട് പോയ ശ്രീഹരിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിലാണ് ഈ അവസാന യാത്രയ്ക്കായി ഒരുങ്ങി വീടിൻ്റെ നടുത്തളത്തിൽ ശരീരം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 1:30 ചടങ്ങുകൾ ആരംഭിക്കും. 2 മണിക്ക് ശവസംസ്കാര ചടങ്ങ് ഇവിടെ പൂർത്തീകരിക്കും. ഏതായാലും നാടിൻ്റെ പ്രിയപ്പെട്ട മകനെ യാത്രയാക്കുവാൻ വേണ്ടി ഒരു നാടാകെ ഒരുങ്ങിക്കഴിഞ്ഞു. ശരി, ജോസിലാണ് വിവരങ്ങൾ നൽകിയത്.